വിയറ്റ്നാമിൽ ബോട്ട് മുങ്ങി മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ ദമ്പതികളുടെ മൃതദേഹങ്ങൾ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വിക്ടറി വ്യവസായ ഗ്രൂപ്പ് ഉടമയായ AV തോമസിന്റെയും ഭാര്യ ലൗനിയുടെയും മൃതദേഹമാണ് എത്തിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP തുടങ്ങിയവർ ചേർന്നുകൊണ്ടായിരുന്നു തിരുവനന്തപുരത്ത് മൃതദേഹം ഏറ്റുവാങ്ങിയത്. നോർക്ക റൂട്ട്സ് ക്രമീകരിച്ച ആംബുലൻസുകളിൽ ആണ് സ്വദേശമായ കൊട്ടാരക്കരയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്. ഇന്ന് മോർച്ചറിയിൽ സൂക്ഷിച്ച ശേഷം നാളെയാണ് പൊതുദർശനവും സംസ്കാര ചടങ്ങുകളും നടത്തുക. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനീഷ് കൊട്ടാരക്കര ചേരുന്നുണ്ട്. വിനീഷ്, മൃതദേഹം നേരത്തെ തിരുവനന്തപുരത്ത് എത്തിച്ചിരുന്നു. അവിടെ നിന്ന് പിന്നീട് കൊട്ടാരക്കരയിലേക്ക് എന്താണ് മറ്റ് ക്രമീകരണങ്ങൾ? അഭിലാഷ്, അല്പസമയത്തിനകം തന്നെ മൃതശരീരങ്ങൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് എത്തിക്കും. മൃതശരീരങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഇന്ന് മോർച്ചറിയിൽ തന്നെയാകും മൃതശരീരങ്ങൾ സൂക്ഷിക്കുക. നാളെയാകും സംസ്കാര ചടങ്ങുകളൊക്കെ ഉണ്ടാകുക. നാളെ ഒരു 10 മണിയോടുകൂടി കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ, മാർത്തോമയുടെ ജൂബിലി മന്ദിരത്തിലാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. 3 മണി വരെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം മതപരമായിട്ടുള്ള ശുശ്രൂഷകൾ ഉണ്ടാകും. തുടർന്ന് ഇവരുടെ വീടിന് സമീപത്ത് ഒരു മാർത്തോമ ദേവാലയമുണ്ട്. ആ ദേവാലയത്തിന്റെ സെമിത്തേരിയിലാകും സംസ്കാര ചടങ്ങുകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ബന്ധുമിത്രാദികളും അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം വരികയും അന്തിമോപചാരം അർപ്പിക്കുകയും ഒക്കെ ചെയ്യും. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് വിനീഷ് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.